ഹലോ വെൽക്കം ടു ലേണർ ഫ്രണ്ട്ലി. 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ വൈക്കം മുഹമ്മദ് ബഷീർ ഇതൊരു അടിപൊളി കഥയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എല്ലാവർക്കും അറിയാലോ. വളരെ രസകരമായിട്ടുള്ള രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എല്ലാ എഴുത്തുകളും. പാത്തുമ്മയുടെ ആട് പെറ്റു, ഡും, ഒന്നും കൂട്ടി ഇമ്മിണി വലിയ ഒന്ന് എന്നൊക്കെ പറഞ്ഞ ബേപ്പൂർ സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. SSLC ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ദ സ്നേക്ക് ആൻഡ് മിറർ എന്നുള്ളൊരു പാഠം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് പഠിച്ചാലോ. ഹാസ് എ സ്നേക്ക് എവർ കോൾഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര? ഓൾ ഓഫ് us fell silent. The question came from the homeopath. കുറേ ആൾക്കാർ കൂടി ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരാൾ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുന്നത്. ഹാസ് എ സ്നേക്ക് എവർ കോൾഡ് ഇറ്റ് സെൽഫ് റൗണ്ട് ആൻഡ് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു പാമ്പ് ചുറ്റി വരുന്നിട്ടുണ്ടോ? അതും ഫുള്ളി ബ്ലഡഡ് കോബ്ര, നല്ല വിഷമുള്ള ഒരു പാമ്പ്, ഒരു മൂർഖ എന്നൊക്കെ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ഓഫ് us fell silent. ആ ഒരു ചോദ്യം കേട്ടപ്പോഴേ ചുറ്റുള്ള ആൾക്കാരൊക്കെ സൈലൻ്റായി. ചോദ്യം എന്താണ്? എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഒരു മൂർഖൻ ചുറ്റി വരുന്നിട്ടുണ്ടോ എന്നാണ്. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്ത്. ആരാണ് ചോദ്യം ചോദിച്ചത്? ഹോമിയോപാത്താണ് ചോദ്യം ചോദിച്ചത്. Homeopath means homeo doctor. The topic came from when we were discussing snakes. സ്നേക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഹോമിയോപാത്തി ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. We listened attentively as the doctor continued with a tale. ഞങ്ങളെല്ലാവരും ഡോക്ടർ ആ കഥ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി തുടങ്ങി. We listened attentively. വളരെയധികം ശ്രദ്ധയോടുകൂടി ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു. On to second paragraph. It was a hot summer night about 10 o'clock. ഈ കഥ നടക്കുന്ന എപ്പോഴാണ്? ഒരു ഹോട്ട് സമ്മർ, ഒരു വേനൽക്കാലത്തെ വളരെ ചൂടുള്ളൊരു ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. എപ്പോഴാണ് ടൈം? 10 o'clock, രാത്രി 10 മണിക്ക്. I had my meal at the restaurant and returned to my home. I heard a noise from above as I opened the door. ഈ ഡോക്ടർ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിന് ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് എത്തിയതേ ഉള്ളൂ. വാതിൽ തുറക്കുന്ന സമയത്ത് തന്നെ മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കാൻ വേണ്ടി തുടങ്ങി. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബോവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. വാതിൽ തുറന്ന സമയത്താണ് മുകളിൽ നിന്ന്, വീട്ടിൻ്റെ മുകളിൽ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വേർഡ്. വളരെ പരിചയമുള്ളൊരു ശബ്ദമായിരുന്നു. ഫെമിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പരിചയമുള്ള. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. എല്ലാവരും പറയുന്നത് എന്താണ്? ആ വീട്ടിൽ ആരൊക്കെയാണ് താമസം? ഈ ഹോമിയോപാത്തും കുറേ എലികളുമാണ് താമസമെന്നാണ് എല്ലാവരും പറയുന്നത്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. പണ്ട് കാലത്ത് നടക്കുന്ന കഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീട് തുറന്നുകൊണ്ടേ എന്ത് ചെയ്തു? മാച്ച് ബോക്സ് എടുത്ത്, തീപ്പെട്ടി എടുത്തിട്ട് കെറോസിൻ ലാമ്പ്, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു. ഒരു ഐഡിയ കിട്ടിയല്ലോ. പണ്ട് കാലത്തെ കഥയാണ്, അതുകൊണ്ട് തന്നെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. കെറോസിൻ വിളക്കാണ്, മണ്ണെണ്ണ വിളക്കാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഡോക്ടർ രാത്രി ഒരു ചൂടുള്ള ഒരു സമ്മർ ഡേയിൽ നൈറ്റിൽ വീട്ടിലേക്ക് കടക്കുന്നു. വീട്ടിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് അയാൾക്ക് നല്ല പരിചയമുള്ള ശബ്ദമായിരുന്നു. ആൾക്കാർ എന്താ പറയുന്നത്? ആ വീട്ടിൽ അയാളും കുറേ എലികളുമാണ് താമസം എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇയാൾ അകത്തേക്ക് കയറിയിട്ട് തീപ്പെട്ടി കത്തിച്ചിട്ട്, തീപ്പെട്ടി ഉരച്ച് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. ആ റൂമിൽ എന്തുണ്ടായിരുന്നില്ല? കറണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു റെൻറ്റഡ് റൂമാണ്, വാടകയ്ക്കെടുത്തൊരു മുറിയാണ്, ഒരു വാടക വീടാണത്. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വെർ മീഗർ. മീഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ളത്. ഈ ഹോമിയോപാത്തി പ്രാക്ടീസ് തുടങ്ങിയതേ ഉള്ളൂ, ഡോക്ടറായിട്ട് ജോലി നോക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സാലറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്വീറ്റ് കേസ്. സ്വീറ്റ് കേസിൽ എത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ? ഏകദേശം 60 രൂപ. അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ് ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. സോളിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിള്, ഒറ്റയ്ക്കുള്ള. അപ്പോൾ ഈ ഡോക്ടർക്ക് എന്തൊക്കെയാണ് ഉള്ളത്? അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്, കുറച്ച് ഷർട്ടും ഉണ്ട്, ധോത്തീസും ഉണ്ട്, കൂടാതെ ഒരു ബ്ലാക്ക് കോട്ടും ഉണ്ട്. ഒരു ബ്ലാക്ക് കോട്ട് ഉണ്ട്. അതായിരുന്നു അദ്ദേഹം ആ സമയത്ത് ധരിച്ചിരുന്നത്. I took off my black coat, white shirt and not so white vest and hung them
അപ്പ്. എന്ത് ചെയ്തു? റൂമിൽ കയറിയ ഉടനെ തന്നെ അയാളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കോട്ട് മാറ്റി, വൈറ്റ് ഷർട്ട് മാറ്റി, കൂടാതെ നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. വെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ബനിയനാണ്. അത്ര വെളുത്ത നിറമല്ലാത്തൊരു ബനിയൻ. അതിൻ്റെ അർത്ഥം എന്താ? അയാൾ ഇട്ടിട്ട് പഴകിയതാണ് കേട്ടോ. വാങ്ങിച്ച സമയത്ത് നല്ല വെള്ള കളറായിരുന്നു, പക്ഷെ ഉപയോഗിച്ചിട്ട് എന്തായി? അതിൻ്റെ കളറൊക്കെ മങ്ങി. അങ്ങനെ റൂമിലേക്ക് കടന്നിട്ട് അയാളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ തൂക്കിയിട്ടു. ഹങ് ദം അപ്പ്. ആ റൂമിലെ ഒരു സ്ഥലത്ത് തൂക്കിയിട്ടു. ഐ ഓപ്പൺ ദ 2 വിൻഡോസ് ഇൻ ദ റൂം. റൂമിലെ 2 ജനാലകൾ തുറന്നിട്ടു. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം വിത്ത് വൺ വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അത് മുറ്റത്തേക്ക് തുറക്കുന്ന തരത്തിലുള്ള മുറ്റത്തേക്ക് ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മുറിയായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ ആ റൂമിൽ കയറി കഴിഞ്ഞ് ജനാല തുറന്നു കഴിഞ്ഞാൽ ഏതാ കാണുന്നത്? മുറ്റമായിരുന്നു, യാർഡ്, മുറ്റമായിരുന്നു കാണുന്നത്. അപ്പോൾ റൂമിൽ കയറിയ ഉടനെ തന്നെ 2 ജനലുകൾ തുറന്നിട്ടു. It had a tiled roof with long supporting gables that rested on the beam over the wall. ആ റൂം എങ്ങനെയായിരുന്നു? ഓടിട്ട റൂമായിരുന്നു. ടൈലിനാണ് ഉപയോഗിച്ചിരുന്നത്. ഹാഡ് എ ടൈൽഡ് റൂഫ്. ഓടിട്ട വീടായിരുന്നു. ആൻഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗ്യാബിൾസ്. ഗ്യാബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം, വീടിൻ്റെ ഉത്തരം എന്നാണ് പറയുന്നത്. ഒരു വലിയ ബീമൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്തൊരു റൂമായിരുന്നു. There was no ceiling. സീലിംഗ് എന്ന് പറഞ്ഞാൽ മച്ച്. ആ റൂമിൽ എന്തുണ്ടായിരുന്നില്ല? മച്ചുണ്ടായിരുന്നില്ല. ഒരു ഓടിട്ട മേൽക്കൂരയായിരുന്നു. There was a regular traffic of rats to and from the beam. അപ്പോൾ മച്ചുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ എന്ത് കാണാം? ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ എലികൾ ഓടി നടക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. I made my bed and pulled it close to the wall. രാത്രിയല്ലേ വന്നത്? 10 മണിക്കല്ലേ റൂമിലേക്ക് വന്നത്. അപ്പോൾ ഉറക്കമൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു? ഉറക്കം വന്നില്ല, ഉറങ്ങാൻ വേണ്ടിയിട്ട് കട്ടില്, ബെഡ് എന്ത് ചെയ്തു? ജനലിനടുത്തേക്ക് നീക്കിയിട്ടു. I lay down but I could not sleep. കിടന്നുവെങ്കിലും ഉറക്കമൊന്നും വന്നില്ല. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. ചൂടെടുത്തിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി എന്ത് ചെയ്തു? വരാന്തയിലേക്ക് പോയി. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ഓഫ്. കാറ്റിൻ്റെ ദേവത ഒക്കെ അതിൻ്റെ പാട്ടിനെ പോയെന്ന് തോന്നുന്നു. ഒരു കാറ്റും ഉണ്ടായിരുന്നില്ല വരാന്തയിലേക്ക് ചെന്നപ്പോഴും. എല്ലാവർക്കും ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ വെന്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. പുറത്തേക്ക് ഇറങ്ങിയിട്ടും കാറ്റൊന്നും കാറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് വീണ്ടും മുറിയിലേക്ക് വന്നിട്ട് ഒരു ചെയറിലിരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്, ദ മെറ്റീരിയ മെഡിക്ക. ഇയാളൊരു ഡോക്ടറല്ലേ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ടേബിളിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളൊരു ബുക്ക് എടുത്തിട്ട് മേശപ്പുറത്തേക്ക് വെച്ചു. എന്തായിരുന്നു ആ ബുക്കിൻ്റെ പേര്? മെറ്റീരിയ മെഡിക്ക. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ. ആ ബുക്ക് എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു. നേരത്തെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച മേശയില്ലേ, അതിൻ്റെ മുകളിലേക്ക് ആ ബുക്കും എടുത്തിട്ട് വെച്ചു. ആ മേശപ്പുറത്ത് വേറെ 2 കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒരു വലിയ മിററും ഒരു കോമ്പും. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് കണ്ണാടിയും ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബുക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമോ? നമ്മൾ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഇരിക്കും അല്ലേ? അതുവരെ ഇല്ലാത്ത ശ്രദ്ധയായിരിക്കും നമുക്ക് അന്നേരം കണ്ണാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഡോക്ടർ എന്ത് ചെയ്തു? ബുക്ക് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. പക്ഷെ മേശപ്പുറത്ത് എന്തുണ്ട്? ഒരു കണ്ണാടി, ഒരു ചെരുപ്പുണ്ട്. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. കണ്ണാടി ഉണ്ടെങ്കിൽ ആരായാലും നോക്കൂലേ? നമ്മളിപ്പോൾ ഏതെങ്കിലും സൈഡിലേ പാസ് ചെയ്യുമ്പോൾ ഒരു കാറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, പാർക്ക് ചെയ്തിട്ട് നമ്മൾ വെറുതെ എങ്കിലും ഇങ്ങനെ കാറിൻ്റെ ഗ്ലാസ്സിൽ നോക്കൂലേ നമ്മൾ നേരെ ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ കണ്ണാടി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെംപ്റ്റേഷൻ ആയിരിക്കും. ടെംപ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രലോഭനം. അപ്പോൾ ഈ ഡോക്ടർക്കും അതുപോലെ തന്നെയായിരുന്നു. കണ്ണാടി ഉണ്ടാകുമ്പോൾ എന്താ? അതിൽ നോക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു പ്രലോഭനം തോന്നി. I took a look. കണ്ണാടിയിലേക്ക് ഈ ഡോക്ടർ നോക്കി. In those days, I was a great admirer of beauty and I believed in making myself look handsome. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഡോക്ടർ എന്തായിരുന്നു? ഭയങ്കര സൗന്ദര്യ ആരാധകനായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിക്കണമെന്ന്, നല്ല സുന്ദരനായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ. I was unmarried and was a doctor. ഇയാൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇയാൾ എന്തുകൊണ്ടാണ് സൗന്ദര്യ ആരാധകനായത്? ഇയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പോരാത്തതിന് ഇയാളൊരു ഡോക്ടറും. അത് അയാൾ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടക്കുമായിരുന്നു. എന്താ? ഞാനൊരു ബാച്ചിലറാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ സുന്ദരനാണെന്നൊക്കെ എപ്പോഴും ചിന്തിച്ച് നടക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന ഒരു ആളായിരുന്നു ഈ ഡോക്ടർ. I felt I had to make my presence felt.
I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from the above. ഇയാൾക്ക് എന്ത് തോന്നി? ഞാൻ എൻ്റെ ഒരു സാന്നിധ്യം എല്ലാവരും അറിയിക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം ഞാൻ തന്നെ തിരിച്ചറിയണമെന്ന് തോന്നിയിട്ട് അയാൾ എന്ത് ചെയ്തു? ആ ചീർപ്പൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ ചീകി, രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, മുടിയൊക്കെ ചീകി സുന്ദരനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മുകളിൽ നിന്ന് എന്ത് കേൾക്കാം? എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. അയാൾ ഇങ്ങനെ കണ്ണാടിയുടെ അടുത്ത് പോയിട്ട് നോക്കി. ഐ മേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. കണ്ണാടി നോക്കിയിട്ട് അയാൾ വലിയൊരു തീരുമാനം എടുത്തൊരു വളരെ പ്രാധാന്യമുള്ള ഒരു തീരുമാനം എടുത്തു. എന്താണത്? ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. നിങ്ങൾ പഴയ സിനിമയിൽ പ്രേം നസീറും സത്യനൊക്കെ കണ്ടില്ലേ? നേരിയ മീശയില്ലേ അവർക്ക്. ഇന്നത്തെ കാലത്തോ താടിയൊക്കെയാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. പക്ഷെ അന്നത്തെ ട്രെൻഡ് എന്തായിരുന്നു? നേരിയ മീശ. അപ്പൊ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇയാൾ ഒരു തീരുമാനം എടുത്തു. എന്താ? ഞാൻ ഡെയിലി ഷേവ് ചെയ്യണം, പോരാത്തതിനൊരു തിൻ മൊസ്റ്റാഷും വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അയാളെ കുറേ കൂടി ഭംഗി തോന്നാൻ വേണ്ടിയിട്ട്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. വീണ്ടും അയാൾ റിപ്പീറ്റ് ചെയ്യണം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാനൊരു ബാച്ചിലറാണ്, പോരാത്തതിന് ഞാനൊരു ഡോക്ടറാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭയങ്കര സൗന്ദര്യത്തിൽ നിൽക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ അയാൾ എത്തി. നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. വീണ്ടും അയാൾ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. എങ്ങനെയുള്ള സ്മൈലാണ്? വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്മൈലാണ്. ഐ മേഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ആദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുത്തു. എന്താണ്? ഡെയിലി ഷേവ് ചെയ്യണം. ഇപ്പോൾ ഒരു ഭൂമി കുലുക്കുന്ന തരത്തിൽ അത്രയും വലിയൊരു ഡിസിഷൻ വേറെ എടുത്തിരിക്കുകയാണ്. എന്താണ് നോക്കാം. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഇയാൾക്കൊരു അട്രാക്റ്റീവ് സ്മൈൽ ഉണ്ട്. അത് എപ്പോഴും എന്ത് ചെയ്യണം? മുഖത്ത് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കണം. എപ്പോഴും ആ ഒരു സ്മൈൽ എന്തായിരിക്കണം? മുഖത്ത് വേണം. ആൾക്കാർ എപ്പോൾ എന്നെ നോക്കിക്കഴിഞ്ഞാലും ഞാൻ ഭയങ്കര സുന്ദരനായിരിക്കണം, എൻ്റെ മുഖത്തൊരു ചിരി വേണം എന്നുള്ളൊരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ, ഭയങ്കര ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ളൊരു ഡിസിഷൻ അദ്ദേഹം എടുത്തു. ടു ലുക്ക് മോർ ഹാൻസം. നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടെങ്കിൽ, ഒരു പ്രസന്നത ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ഭംഗിയല്ലേ? അതുകൊണ്ട് തന്നെ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ ഡോക്ടർ എത്തി. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. വീണ്ടും അയാൾ ഇങ്ങനെ സ്വയം പുകഴ്ത്തിയാണ്. എന്തൊക്കെയായാലും ഞാനൊരു ബാച്ചിലറാണ്, ഞാനൊരു ഡോക്ടറും കൂടിയാണ്. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോ. അപ്പോഴും എന്തുണ്ട്? മുകളിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നുണ്ട്. I got up, lit a beady and paced up and down the room. Paced എന്ന് പറഞ്ഞാൽ പതുക്കെ നടക്കുക. ഒരു ബീഡിയൊക്കെ കത്തിച്ചിട്ട് റൂമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ പതുക്കെ നടക്കാൻ വേണ്ടി തുടങ്ങി. Then another lovely thought struck me. അപ്പോഴാണ് ഒരു ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്. I would marry. എന്താണ് ആ തീരുമാനം? ഞാനൊരു കല്യാണം കഴിക്കണം. അതാണ് അടുത്ത തീരുമാനം. I would marry. ഞാനൊരു കല്യാണം കഴിക്കണം. I would get married to a woman doctor who had plenty of money and a good medical practice. കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം എടുത്തു. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള, നല്ലോണം പൈസയുള്ള ഒരു ഡോക്ടറെ തന്നെ വേണം കല്യാണം കഴിക്കാൻ. നല്ലോണം പണമുള്ള, നല്ല തിരക്കുള്ള ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. ഇതൊന്നും മാത്രം പോരാ, പണവും നല്ല പ്രാക്ടീസും മാത്രം പോരാ. അവൾ എങ്ങനെ ഇരിക്കണം? നല്ല തടിച്ചിയായിരിക്കണം, നല്ല തടിയുള്ളൊരു സ്ത്രീ ആയിരിക്കണം എൻ്റെ ഭാര്യ എന്നുള്ളൊരു തീരുമാനം ഡോക്ടർ എടുത്തു. ഫോർ എ വാലിഡ് റീസൺ. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് തടി വേണമെന്നുള്ളത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു വാലിഡ് റീസൺ ഉണ്ട്, കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട് അതിൻ്റെ പിറകിൽ. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. ഇനി എന്തെങ്കിലും കുരുത്തക്കേടുകൾ അല്ലെങ്കിൽ ഒപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഇയാളാക്കിയിട്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഓടിപ്പോണ്ടി വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് എൻ്റെ പുറകെ ഓടി വന്ന് എന്നെ പിടിക്കാൻ പാടില്ല. നല്ല തടിയുള്ളവർ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ കിതപ്പൊക്കെ വരില്ലേ? അതുകൊണ്ടാണ് ഇയാൾ ഈ തീരുമാനത്തിൽ എത്തിയത്. ഭാര്യയ്ക്ക് എന്ത് വേണം? തടി വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഞാൻ ഓടേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭാര്യ എൻ്റെ പുറകെ ഓടിയിട്ട് എന്നെ പിടിക്കാൻ പാടില്ല. എന്താല്ലേ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഓരോ മനുഷ്യർക്ക്. Move on to next paragraph. With such thoughts in my mind, I resumed my seat in the chair in front of the table. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അയാൾ വീണ്ടും എവിടേക്ക് പോയിരുന്നു? നേരത്തെ ഇരുന്ന ചെയറിന് തന്നെ പോയിരുന്നു.
ഐ റെസ്യൂംഡ് മൈ സീറ്റ്, വീണ്ടും അവിടെ തന്നെ പോയിരുന്നു എന്നാണ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ വെർ നോ മോർ സൗണ്ട്സ് ഫ്രം എബോ. നേരത്തെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു പറഞ്ഞില്ലേ, പക്ഷെ ഇപ്പോൾ മുകളിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. സഡൻലി ദർ കെയിം എ ഡൾ thud as if a rubber tube had fallen to the ground. പെട്ടെന്നൊരു ഡൾ thud എന്നുള്ളൊരു ശബ്ദം കേട്ടു, എന്തോ ഒരു റബ്ബറിന്റെ സാധനം താഴെ വീണതുപോലെ. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. ഈ വീട്ടിൽ ഞാനല്ലാണ്ട് എലികൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വേറൊന്നും പേടിക്കാനില്ല. നത്തിങ് ടു വറി അബൌട്ട്. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്നിരുന്നാലും എന്ത് ചെയ്യണം, ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കാമെന്ന് കരുതി അയാൾ ഇങ്ങനെ പതിയെ പുറകോട്ട് തിരിയാണ്. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ഇയാൾ പുറകോട്ട് തിരിയുന്ന സമയത്ത് തന്നെ ഒരു പാമ്പ് കയറി വന്ന് ലാൻഡഡ് ഓൺ ഹിസ് ഷോൾഡർ. പാമ്പ് ചെയറിലൂടെ ഇഴഞ്ഞു വന്നിട്ട് അയാളുടെ ഷോൾഡറിലിരുന്നു. റിഗിൾഡ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞ് കയറി വന്നിട്ട് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ, ഇയാളുടെ ഷോൾഡറിൽ ഇരുന്നു. The snakes landing on me and my turning were simultaneous. സൈമൾട്ടേനിയസ്ലി പറഞ്ഞാൽ ഒരേ സമയത്ത്, പാമ്പ് കയറി വരുന്നതും ഞാൻ തിരിയുന്നതും ഒരേ സമയത്തായിരുന്നു എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഐ ഡിഡിൻറ്റ് ജംപ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ജമ്പ് ചെയ്തിട്ടില്ല. അത് പാമ്പ് കയറി ഇവിടെ വന്നിരുന്ന് നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവില്ലേ, പക്ഷെ ഞാൻ ചാടിയൊന്നുമില്ല. ഐ ഡിഡിൻറ്റ് ട്രംബിൾ, ഞാൻ വിറച്ചിട്ടുമില്ല. ഐ ഡിഡിൻറ്റ് ക്രൈ ഔട്ട്, ഞാൻ പേടിച്ച് കരഞ്ഞിട്ടുമില്ല. ദർ വാസ് നോ ടൈം ടു ഡു സച്ച് എ തിങ്. ഇതൊന്നും ചെയ്യേണ്ട ഒരു സമയം എനിക്ക് കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു, പാമ്പ് എൻ്റെ ഷോൾഡറിൽ കയറി ഇരുന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിക്കാനോ കരയാനോ വിറക്കാനുള്ള ഒരു സമയം പോലും കിട്ടിയില്ല. The snake slithered along my shoulder and coiled around my left arm above the elbow. The snake slithered along my shoulder. ഷോൾഡറിലൂടെ ഇഴഞ്ഞ്, സ്ലിതേർഡ് എന്ന് പറഞ്ഞാൽ ഇഴയുക, ഇഴഞ്ഞ് എവിടെ എത്തി, ഇയാളുടെ ലെഫ്റ്റ് ആമില്, ഇടതേ കയ്യില് എൽബോ, മുട്ടിനും കൈൻ്റെ ആമിനും ഇടയിലായിട്ട് ചുറ്റി വരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. The hood was spread out and its head was hardly 3 or 4 inches from my face. ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി, പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തിയിട്ട് ഇയാളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഇയാളുടെ മുഖവും പാമ്പിൻ്റെ പത്തിയും തമ്മിൽ ഇപ്പം എത്ര ഡിസ്റ്റൻസ് ഉള്ളൂ, 3-4 ഇഞ്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇങ്ങനെ പാമ്പ് ഇങ്ങനെ ഇയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നിൽക്കുകയാണ് പത്തി വിടർത്തിയിട്ട്. It would not be correct to say merely that I sat there holding my breath. ഞാൻ അവിടെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിപ്പോ. I was turned to a stone. പക്ഷെ എന്താ ശരിക്കും, ഞാനൊരു ശിലയായിപ്പോയി, ഞാനൊരു കല്ലായിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോ, ഞാനൊരു കല്ലായി മാറി എന്ന് പറയുന്നതായിരിക്കും ശരി. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷെ എൻ്റെ മനസ്സ് ഭയങ്കര ആക്റ്റീവായിരിക്കും. നമ്മൾ ചിന്തിക്കില്ലേ എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ രക്ഷപ്പെടും എന്ന്. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമിൻ്റെ ഡോറ് തുറന്നിട്ടിരിക്കുകയാണ്, അപ്പോൾ മൊത്തം ഇരുട്ടാണ്. റൂമിൽ എന്താണ്, മുഴുവൻ ഇരുട്ടാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. ആ കെറോസിൻ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവിടെ ഒരു ഫ്ലഷുള്ള, മാംസമുള്ള ഒരു കല്ല് പോലെ അവിടെ ഇരുന്നു. ഓക്കെ, അതൊരു നല്ലൊരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. മാംസമുള്ള കല്ല് പോലെ അനങ്ങാൻ പറ്റാതെ ഞാൻ അവിടെ ഇരുന്നു. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ആ സമയത്താണ് ഈ ലോകത്തിൻ്റെ നാഥനായിട്ടുള്ള, ഈ ലോകത്തിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഞാൻ അറിയുന്നത്. അപ്പോഴാണ് ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് തന്നെ. God was there. ദൈവമുണ്ട്. Suppose I said something and he did not like it. നമ്മൾ പറയാറില്ലേ, ദൈവം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടാതിരുന്നാൽ നമ്മൾ പറയില്ലേ, ഞാൻ ചെയ്ത പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കാണൂല, അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പറ്റിയേന്. അതുപോലെ ഈ ഡോക്ടറും ചിന്തിക്കാണ്, എൻ്റെ ഏതോ ഒരു പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടായിരിക്കും ആരെ പറഞ്ഞു വിട്ടത്, പാമ്പിനെ പറഞ്ഞു വിട്ടത്. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." എൻ്റെ ഹൃദയത്തിൽ ഞാൻ ബ്രൈറ്റ് ലിപികളിലായിട്ട് എഴുതി വെച്ചു, എൻ്റെ ദൈവമേ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചു. There was some pain in my left arm. ഇയാളുടെ കയ്യിൽ എന്തുണ്ട്, പാമ്പ് ചുറ്റി വരുന്ന നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ കൈ വേദനിക്കാൻ വേണ്ടി തുടങ്ങി.
It was as if a thick leaden rod, no, a rod made of molten fire was slowly but powerfully crushing my arm. എൻ്റെ കയ്യിലൊരു ഒരു വെയിറ്റ് ഉള്ളൊരു റോഡ്, ഒരു വടി, അല്ലെങ്കിൽ ഉരുക്കിയ മോൾട്ടൺ ഫയർ എന്ന് പറഞ്ഞാൽ ഉരുക്കിയ തീ, ലോഹങ്ങളില്ലേ, അങ്ങനെ ഏതോ ഒരു ലോഹം വെച്ചിട്ട് എൻ്റെ കയ്യിൽ അമർത്തി പിടിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിങ്ങനെ ക്രഷ് ചെയ്യണം, എൻ്റെ കൈ ഇങ്ങനെ പാമ്പ് ചുറ്റി വരിഞ്ഞ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേദന ആയിരിക്കില്ലേ, എല്ലെല്ലാം പൊട്ടുന്ന പോലെ ആയിരിക്കില്ലേ, അതുകൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ ക്രഷ് ആവുന്ന പോലെ എനിക്ക് തോന്നി. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. കയ്യിലെ എല്ലാ ശക്തിയും ഡ്രെയിൻ ചെയ്യാൻ, ഇല്ലാതാവുന്ന പോലെ തോന്നി. വാട്ട് കുഡ് ഐ ഡു? ഞാനിനി എന്ത് ചെയ്യും? അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട്, അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് തല വെട്ടിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാമ്പ് എന്ത് ചെയ്യും? അയാളെ കൊത്തും. ചെറിയൊരു മൂവ്മെന്റിൽ പോലും പാമ്പ് അയാളെ കൊത്തും. ഡെത്ത് ലുക്ക്ഡ് 4 inches away. മരണം 4 ഇഞ്ച് ദൂരത്തിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? ഇത്രയും നേരം അഹങ്കരിച്ച ഒരാളാണെന്ത്, ഞാനൊരു ബാച്ചിലറാണ്, ഞാനൊരു ഡോക്ടറാണെന്ന് അഹങ്കരിച്ച ഒരാൾ ഇപ്പം പറയാണ് സപ്പോസ് ഇനി ചിലപ്പോൾ പാമ്പെന്ന് കൊത്തിയാൽ തന്നെ ഞാൻ എന്ത് മരുന്നെടുക്കും? വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? ഞാൻ എന്ത് മരുന്നാണ് എടുക്കുക? ദർ വെർ നോ മെഡിസിൻസ് ഇൻ ദ റൂം. ഈ മുറിയിൽ എന്തില്ല? ഒരു മരുന്നുമില്ല. ഐ വാസ് ബട്ട് എ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഇത്രയും നേരം ഭയങ്കര അഹങ്കരിച്ച, ഞാൻ ഭയങ്കര സുന്ദരനാണ്, ഞാൻ ബാച്ചിലറാണ്, ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞാൽ ഇപ്പം പറയാണ് ഞാനൊരു പാവം മണ്ടനായിട്ടുള്ളൊരു സ്റ്റുപ്പിഡ് ഡോക്ടറാണെന്ന് അയാൾ പറയുകയാണ്. അയാളുടെ മൈൻഡ് അത്രയും കൺവേർട്ട് ആയിപ്പോയി. നേരത്തെ ഭയങ്കരമായിട്ട് അഹങ്കരിച്ച ഒരാൾ ഇപ്പം പറയാണ് ഞാനൊരു മണ്ടനായിട്ടുള്ള ഒരു പാവം ഡോക്ടറാണ്. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈ സെൽഫ്. ഇയാൾ അതും പറഞ്ഞിട്ട് ഒരു മണ്ടൻ ചിരിക്കുകയാണ്. സ്വന്തം അപകടം പോലും മറന്നിട്ട് ഒരു ഒരു ക്ഷീണത്തോടു കൂടി, ഒരു ദുർബലമായിട്ടുള്ള ചിരി അയാൾ ചിരിക്കുകയാണ്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. ഇയാൾക്കൊരു ബോധം വന്നില്ലേ, ഞാൻ ഒരു കാര്യത്തിൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല, ഏത് സിറ്റുവേഷനും മാറി മറിയുന്നുള്ളൊരു ബോധം അയാൾക്ക് വന്നു. ആ ബോധം ഗോഡ് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് തോന്നും. ആ ഒരു ബോധം ഇയാൾക്ക് വന്നതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ തീരുമാനം മാറ്റി എന്ന് തോന്നുന്നു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. പാമ്പ് എന്ത് ചെയ്തു? അതിന്റെ തല വേറൊരു സൈഡിലേക്ക് ചരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. പാമ്പ് എന്ത് ചെയ്യുന്നേ? നേരെ കണ്ണാടിയിൽ നോക്കിയിട്ട് അതിന്റെ റിഫ്ലക്ഷൻ, പ്രതിബിംബം പാമ്പ് കണ്ടു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. എനിക്കൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ത് കണ്ണാടിയിൽ നോക്കുന്ന ആദ്യത്തെ പാമ്പാണിതെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? പാമ്പ് കണ്ണാടിയിൽ നോക്കിയിട്ട് അതിന്റെ ഭംഗി ആസ്വദിക്കുകയാണോ, അഡ്മയർ ചെയ്യാണോ? അതിന്റെ ഭംഗി ആസ്വദിക്കുകയാണോ കണ്ണാടിയിൽ നോക്കിയിട്ട്? Was it trying to make an important decision about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? എന്തായിരിക്കും ഈ പാമ്പ് ചിന്തിക്കുന്നത്? കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുകയാണോ, നേരത്തെ ഈ ഡോക്ടർ ചെയ്തതുപോലെ? about growing a mustache? ഇനി ഒരു മീശ വളർത്തുന്നതിനെ കുറിച്ചിട്ടാണോ ഈ പാമ്പ് ചിന്തിക്കുന്നത്? or using eyeshadow ഇടുന്നതിനെ കുറിച്ചിട്ടാണോ, മസ്കാര ഇടുന്നതിനെ കുറിച്ചിട്ടാണോ ഈ പാമ്പ് ചിന്തിക്കുന്നത്? ഓർ വെയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡിൽ ഇങ്ങനെ ഒരു സിന്ദൂരം വരയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണോ ഈ പാമ്പ് ചിന്തിക്കുന്നത്? വെർമിലിയൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ സിന്ദൂര രേഖയാണ് കേട്ടോ. അപ്പോൾ നെറ്റിയിലൊരു സിന്ദൂരം തൊടുന്നതിനെ കുറിച്ചിട്ടാണോ ഈ പാമ്പ് ചിന്തിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് ആരിപ്പോൾ ചിന്തിക്കുന്നത്? ഡോക്ടർ ചിന്തിക്കുന്നത്. പാമ്പ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഈ ഡോക്ടർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ. എനിക്കൊന്നും ഉറപ്പില്ല എന്തിനെ പറ്റിയിട്ടാണ്, എന്താണ് ഈ പാമ്പ് കണ്ണാടിയിൽ നോക്കിയിട്ട് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? വാസ് ഇറ്റ് എ മെയിൽ ഓർ ഫീമെയിൽ? പാമ്പിൻ്റെ ജെൻഡർ പോലും എനിക്കറിയില്ല, അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും എനിക്കറിയില്ല. ഐ വിൽ നെവർ നോ ഫോർ ദ സ്നേക്ക് unwound itself from my arm and slowly slithered into my lap. പക്ഷെ പാമ്പ് എന്ത് ചെയ്തു? പതുക്കെ അയാളുടെ കയ്യിൽ നിന്നും ഇളകിയിട്ട് ഇയാളുടെ മടിയിലേക്ക് ഇഴഞ്ഞ് നീങ്ങി. ഫ്രം ദെയർ ഇറ്റ് ക്രപ്റ്റ് ഓൺ ടു ദ ടേബിൾ ആൻഡ് മൂവ് ടുവേർഡ്സ് ദ മിറർ. ഇയാളുടെ മടിയിൽ നിന്നും അതെന്ത് ചെയ്തു? ടേബിളിലേക്ക് പതുക്കെ കയറിയിട്ട് കണ്ണാടിയുടെ അടുത്തേക്ക് പോയി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് എ ക്ലോസർ ക്വാർട്ടേഴ്സ്.
ചിലപ്പോൾ ഈ പാമ്പിന് എന്ത് ചെയ്യണം, കണ്ണാടിയുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ മുഖം അത്രയും ക്ലിയർ ആയിട്ട് അടുത്ത് പോയിട്ട് കാണണമായിരിക്കും. I was no mere image cut in granite. I was suddenly a man of flesh and blood. ഇത്രയും നേരം ഇയാളിങ്ങനെ പേടിച്ചിട്ടൊരു കല്ല് പോലെ ആയിപ്പോയിരുന്നില്ലേ പാമ്പ് കയ്യിൽ ചുറ്റിയപ്പോൾ. ഇപ്പം എന്ത് ചെയ്തു, അയാൾക്ക് ഒരു ആശ്വാസം കിട്ടി. I was suddenly a man of flesh and blood. ഇറച്ചിയും രക്തമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളൊരു തിരിച്ചറിവ് അയാൾക്ക് വന്നു. Still holding my breath, I got up from the chair. ശ്വാസം അടക്കി പിടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, ചെയറിൽ നിന്ന് എഴുന്നേറ്റു. I quietly went out through the door into the veranda. പതുക്കെ അയാൾ എന്ത് ചെയ്തു, വരാന്തയിലേക്ക് നടന്നു. From there, I leapt into the yard and ran for all I was worth. പതുക്കെ വരാന്തയിലേക്ക് നടന്നിട്ട് ഒറ്റ ഓട്ടമാണ് അവിടുന്ന്. Phew! Each of us heaved a sigh of release. ഇത്രയും നേരം കഥ പറയായിരുന്നു. ഈ കഥ കേട്ടിട്ട് ചുറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്തു, ഒരു ദീർഘനിശ്വാസം എടുത്തു. സൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘനിശ്വാസം. All of us lit ബീഡീസ്. എല്ലാവരും ബീഡി കത്തിച്ചു. Somebody asked. നമ്മൾ ആദ്യം ഈ കഥ തുടങ്ങുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ ഡോക്ടർ കഥ പറയായിരുന്നില്ലേ, പിന്നീട് ഈ കഥ തുടർന്നു, ഇപ്പോൾ കഥ അവസാനിച്ചു. അപ്പോൾ ചുറ്റുള്ള ആൾക്കാരെ ചോദിക്കാണ്, അതിൽ നിന്ന് ഒരാൾ ചോദിക്കാണ്, ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? നിങ്ങളുടെ ഭാര്യ നല്ല തടിയുള്ള ഒരാളാണോ എന്നാണ് കൂട്ടത്തിലൊരാൾ ചോദിക്കുന്നത്. ഈ കഥ മുഴുവൻ കേട്ടിട്ട് അയാൾക്ക് ചോദിക്കാൻ കിട്ടിയൊരു ചോദ്യമാണ് എന്ത്, നിങ്ങളുടെ ഭാര്യ തടിച്ചിട്ടുള്ള ഒരാളാണോ? നോ, ദ ഡോക്ടർ സെഡ്. അല്ല, ഗോഡ് വിൽഡ് അതർവൈസ്. പക്ഷെ ദൈവത്തിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ. വളരെ ദുർബലമായിട്ടുള്ള റീഡി പേഴ്സൺ ആണ്, വളരെ ദുർബലമായിട്ടുള്ള മെലിഞ്ഞൊരു വ്യക്തിയാണ്. വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. നല്ലൊരു ഓട്ടക്കാരിയാണ്. എന്ത് അനുഗ്രഹമാണ് ഭാര്യയ്ക്ക് നല്ലോണം കിട്ടിയിട്ടുള്ളത്, നന്നായിട്ട് ഓടാനുള്ളൊരു അനുഗ്രഹം കിട്ടിയൊരു കുട്ടിയാണ്. സ്പ്രിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഗുഡ് റണ്ണറാണ് കേട്ടോ. Someone else asked, Doctor, when you ran, did the snake follow you? നിങ്ങൾ ഓടിയ സമയത്ത് നിങ്ങളെ പാമ്പ് ഫോളോ ചെയ്തിരുന്നോ? The doctor replied, I ran and ran till I reached a friend's house. ഞാൻ ഓടി എവിടെ എത്തിയിട്ടാണ് നിന്നത്? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഞാൻ ഓട്ടം തന്നെയായിരുന്നു. Immediately I smeared oil all over myself and took a bath. വീട്ടിലെത്തിയ ഉടനെ തന്നെ സ്മിയേർഡ് ഓയിൽ, ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ചിട്ട് ഞാൻ കുളിച്ചു. I changed into fresh clothes. അവിടുന്ന് എന്ത് ചെയ്തു, സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. The next morning at about 8:30, I took my friend and 1 or 2 others to my room to move my things from there. പിറ്റേ ദിവസം രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഈ സുഹൃത്തിനെയും 2-3 ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ. ഒരു ദിവസം പാമ്പൊക്കെ ചുറ്റി വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ ഇനി അവിടെ നിൽക്കാൻ എന്താവും, പേടിയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി 1-2 ആളുടെ കൂടെ ഞാൻ ആ വീട്ടിലേക്ക് പോയി. Some thief but we found we had little to carry. പക്ഷെ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ കാര്യമായിട്ടൊന്നും കൊണ്ടുപോകാനില്ല. Some thief had removed most of my things. ഏതോ ഒരു കള്ളൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ സാധനങ്ങളൊക്കെയും കൊണ്ടുപോയിട്ടുണ്ട്. The room had been cleaned out. മുറി എങ്ങനെയാണ്, നല്ല ക്ലീൻ ആണ്. But not really. The thief had left behind one thing as a final insult. പക്ഷെ എന്നെ നാണം കെടുത്താനായിട്ട് ആ കള്ളൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സാധനം മാത്രം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. ഭയങ്കര നാണക്കേടായിപ്പോയി. കള്ളൻ ഒരു സാധനം മാത്രം കൊണ്ടുപോയിട്ടില്ല. എന്തായിരിക്കും അത്? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, എന്താണത്? ദ ഡോക്ടർ സെഡ്, മൈ വെസ്റ്റ്, ദ ഡർട്ടി വൺ. ദ ഫെല്ലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലൻലിനെസ്. ഇയാൾ ആദ്യം മാറ്റിയിട്ടൊരു ബനിയൻ ഇല്ലേ, വെസ്റ്റ് ഇല്ലേ, അത്ര വെളുത്തതല്ലാത്ത മുഷിഞ്ഞ ഒരു ബനിയൻ, ആ ബനിയൻ മാത്രം റൂമിൽ ഉപേക്ഷിച്ചിട്ടാണ് കള്ളം പോയത്. ദ ഫെല്ലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലൻലിനെസ്. അത്രയും ശുചിത്വമുള്ളൊരു എന്ന് പറയേണ്ട വൃത്തിബോധമുള്ളൊരു കള്ളനായിരുന്നു അത്. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ആ റാസ്കലിന് അത് കൊണ്ടുപോയിട്ട് അലക്കിയിട്ട് ഉപയോഗിക്കാറുന്നില്ലേ, എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അത് മാത്രം അവിടെ ഉപേക്ഷിക്കണം. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? ഇപ്പോൾ കൊടുക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ വീണ്ടും ആ പാമ്പിനെ എവിടെ കണ്ടോ? ദ ഡോക്ടർ ലാഫ്ഡ്. ഐ നെവർ സീൻ ഇറ്റ് സിൻസ്. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ഞാൻ പിന്നെ ആ പാമ്പിനെ കണ്ടിട്ടേയില്ല. ആ സ്നേക്ക് എന്തായിട്ടുണ്ടാവും, അതിൻ്റെ സൗന്ദര്യത്തിലും മതിമറന്നങ്ങ് പോയിട്ടുണ്ടാവും.
ഇതാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള ചാപ്റ്റർ. എല്ലാവർക്കും കഥ മനസ്സിലായി എന്ന് കരുതുന്നു. ഈ സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്തത് വി അബ്ദുള്ളയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.